പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവ് കഴിഞ്ഞാൽ ജീവിതം കൊണ്ട് ഒരു വിശുദ്ധനും പിന്നീട് ഇതുപോലെ എന്നെ കൊതിപ്പിച്ചിട്ടില്ല. സെറാഫിക് സെയിൻ്റ് എന്നാണ് അറിയപ്പെടണേ. രണ്ടാം ക്രിസ്തുവാണ്. അഗ്നിച്ചിറകുള്ള മാലാഖമാരാണ് സെറാഫുകൾ. ഇങ്ങനെ മാലാഖമാരെ തോൽപ്പിക്കുന്ന വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധൻ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചാണ്. രണ്ടാം ക്രിസ്തു എന്നൊക്കെ ഈ ലോകം വിളിക്കണമെങ്കിൽ സ്റ്റാലിനൊക്കെ എനിക്ക് അസിസി പുണ്യാളിനെ പോലത്തെ ഒരു 5-6 പേരുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ലോകത്തെ മാറ്റിമറിക്കുന്നൊരു വിശുദ്ധൻ. പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങളോടുകൂടെ നമ്മളിങ്ങനെ നിരന്തരം വേട്ടയാടുകയും വെല്ലുവിളിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ. ആളെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും ഉള്ളിൽ തരുന്ന ഒരു ജ്വലനമുണ്ട്. അതിനെക്കുറിച്ച് ശരിക്കൊരു മനസ്സ് വല്ലാതെ കത്തിക്കുന്നൊരു വിശുദ്ധനാണ്, വല്ലാതെ വേട്ടയാടുന്നൊരു വിശുദ്ധനാണ്. അസിസിയിലെ ചില നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മണിയടി ശബ്ദം കേൾക്കാം. ആ മണിയടി ശബ്ദത്തിൻ്റെ അർത്ഥം കുഷ്ഠരോഗി വരുന്നുണ്ട്, നിങ്ങൾ മാറി നടന്നാൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുത്തിട്ട് വേണം ഇവർക്ക് നടക്കാനായിട്ട്. അങ്ങനെ മനുഷ്യരെല്ലാം മാറിപ്പോകുന്ന സമയത്ത് അസിസിയിലെ വലിയൊരു പ്രഭുവിൻ്റെ മകനായിരുന്ന എന്നാൽ എല്ലാ സമ്പത്തും ഉപേക്ഷിക്കാൻ, ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനും ആ വഴി പോകുന്നുണ്ട്. അവൻ പക്ഷെ മാറി നടക്കാൻ തയ്യാറല്ല. ഈ മണിയടി കേൾക്കുന്ന, ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക്, ആ ദിശയിലേക്ക് ആൾ പതിയെ നടന്നു തുടങ്ങുന്നു. കുഷ്ഠരോഗി തനിക്കെതിരെ വരുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ വല്ലാതെ പരിഭ്രാന്തനാകുന്നു. മറ്റുള്ള മനുഷ്യരുടെ മുൻപിൽ ചെന്ന് പെടാൻ പാടില്ല, മരണശിക്ഷയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ തന്നെ നോക്കിയാ വരണേ. എത്രമാത്രം ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും പിന്നാലെ ഓടിച്ചെന്ന് എന്തൊരു സ്നേഹത്തോടുകൂടിയാണ് ഈ കുഷ്ഠരോഗിയെ അയാൾ കെട്ടിപ്പിടിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കുഷ്ഠരോഗി ഇങ്ങനെ അലറിക്കരയുന്നുണ്ട്, എന്നെ വിടണം എന്ന് പറഞ്ഞിട്ട്. ഇയാൾ ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കുഷ്ഠരോഗിയുടെ ചലമൊലിച്ചു നിൽക്കുന്ന ചുണ്ടുകളെ നോക്കി ആദ്യത്തെ ചുംബനം കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിറയിൽ വരുന്ന വിധത്തിലുള്ള ഒരു ജസ്റ്ററാണത്. എങ്ങനെ പറ്റും? ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിയും ചിറങ്ങുമായിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ, കണ്ണുകൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ അടർന്നു വീഴാറായിരിക്കുന്നു, ചുണ്ടുകൾ ചലമൊലിച്ചു നിൽക്കുന്നു. അതിലേക്കൊരു മനുഷ്യൻ സ്നേഹപൂർവ്വം തൻ്റെ ചുംബനം കൊടുക്കുന്നു. അസീസിയിലെ ഈ വിശുദ്ധന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, താൻ ചുംബിച്ച ഇടത്ത് വലിയൊരു സൗഖ്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ചുണ്ട് പഴയത് സാധാരണ പോലെ ഉള്ളൊരു ചുണ്ടായിട്ട് മാറുന്നു. അസീസ് പുണ്യാളൻ പിന്നെ ഒട്ടും വൈകുന്നില്ല. ഫ്രാൻസിസ് പിന്നെ ചെയ്യുന്ന കാര്യം ഇതാണ്, അവൻ്റെ മുറിവുകളിലെല്ലാം മാറി ഇങ്ങനെ ഉമ്മവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഈ ചുംബനം കൊടുക്കുന്നോ അവിടെയൊക്കെ വ്രണങ്ങൾ ഉണങ്ങുന്നു. സാധാരണ രീതിയിൽ കുഞ്ഞിൻ്റേതുപോലുള്ള ഒരു സ്കിന്നൊക്കെ വരുന്നു. ഒരു നിമിഷം പോലും താമസിക്കാതെ ഇയാളുടെ ദേഹം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ ഈ മനുഷ്യനിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വ്രണത്തിൽ ഇങ്ങനെ ചുംബനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അലറി വിളിക്കുന്നത് ഈ സമയത്ത് ഫ്രാൻസിസ് തന്നെയാണ്. പിന്നെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന ആ കുഷ്ഠരോഗി പെട്ടെന്ന് ക്രിസ്തുവായി മാറുന്നുണ്ട്. ഇയാളെ വെറുതെ അല്ല രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കണത്. കർത്താവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ഈ കരുണയുണ്ടല്ലോ, താൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് കൈനീട്ടുന്ന ഒരു വിധവ തൻ്റെ മരിച്ച മകൻ്റെ ശവമഞ്ചവുമായിട്ട് പോകുമ്പോൾ കർത്താവ് അവിടെ ചെന്ന് അതിനെ പിടിച്ചു നിർത്തി ആ മകനെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന കരുണ കാണുന്നുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് ഒറ്റ മകനാണെന്നറിയാം. ഈ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കുഷ്ഠരോഗികൾ ഒറ്റ സ്പർശം കൊണ്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ കാണും.
വിശക്കുന്ന മനുഷ്യരുടെ കരങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അപ്പം വെച്ചു കൊടുക്കുന്ന കർത്താവിനെ കാണും. ഇതേ കരുണ ജീവിച്ചൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് ഇയാൾ എങ്ങനെ കർത്താവിൻ്റെ കരുണ ജീവിച്ച് കർത്താവിനെ കണക്കായി ലോകം മുഴുവനും ക്രിസ്തുവെന്ന്, രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കുന്ന രീതിയിലായി എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയുള്ളൂ. മഹത്വം കർത്താവിന് തന്നെയാണ്. നമ്മുടെ മാതൃക കർത്താവ് തന്നെയാണ്. ഈ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഒരു ജന്മം തന്നിരിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആളുടെ വീട്ടിൽ ഇങ്ങനെ പാഷൻ പ്ലേ, അതായത് ദുഃഖാഴ്ചയിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പേര് വരുന്നു ആ ഇടവകയിൽ. അപ്പോൾ കർത്താവായിട്ട് അഭിനയിക്കുന്ന മനുഷ്യൻ്റെ വേദനയും മരണമൊക്കെ കണ്ടിട്ട് അസീസി പുണ്യം കുഞ്ഞായിരുന്ന സമയത്താണ് ഈ ഫ്രാൻസിസിന് വല്ലാത്ത പ്രയാസമൊക്കെ തോന്നുന്നുണ്ട്. കാരണം കർത്താവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുഞ്ഞിൽ തന്നെ. അന്ന് രാത്രിയിൽ അവർ ഭക്ഷണം കഴിക്കാൻ വന്നത്, ഈ പാഷൻ പ്ലേ കളിക്കാൻ വന്ന മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ വന്നത് പുണ്യാളിൻ്റെ വീട്ടിലാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസീസി നോക്കുന്നുണ്ട്. ഈ ക്രിസ്തുവായി അഭിനയിച്ച മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഓടിച്ചെന്ന് അയാളുടെ അടുത്ത് എന്ന് ചോദിക്കും, നിങ്ങളുടെ കയ്യിലെ മുറിവ് എവിടെ? അപ്പോൾ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോനെ അതൊക്കെ വെറും അഭിനയമായിരുന്നല്ല, അതൊക്കെ വെറുതെ അഭിനയമല്ലേ, അതിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് സമ്മതിക്കാൻ പറ്റണില്ല. അവനിങ്ങനെ അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് ഉള്ളിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞു ഡയറിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഈശോയെ എല്ലാവർക്കും നിന്നെ അഭിനയിക്കാനാണ് താല്പര്യം, എന്നാൽ എനിക്ക് നിന്നെ ജീവിക്കണം. എല്ലാവർക്കും നിന്നെ അഭിനയിക്കാനാണ് താല്പര്യം, എന്നാൽ എനിക്ക് നിന്നെ ജീവിക്കണം. കൃത്യമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ദിശ തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങളിൽ പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോയ സമയത്ത് ഇയാൾ കേട്ട സുവിശേഷ ഭാഗം നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക എന്നുള്ളതായിരുന്നു. കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ സങ്കീർത്തിയിൽ ചെന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ സുവിശേഷം വെറുതെ വായിക്കാനുള്ളതാണോ അല്ലെങ്കിൽ ജീവിക്കാനുള്ളതാണോ? സത്യസന്ധനായിട്ടുള്ള അച്ഛൻ തലകുനിച്ച് പറയുന്നുണ്ട്, ഇത് ജീവിക്കാനുള്ളത് തന്നെയാണ്, പക്ഷേ എനിക്കിതുവരെയും അത് സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ തീരുമാനിച്ചുറപ്പിച്ച ഒരാളാണ്. എനിക്ക് കർത്താവിനെ അഭിനയിക്കാനല്ല ജീവിക്കണമെന്ന് തീരുമാനിച്ച ഒരാൾ എല്ലാം വിൽക്കുന്നുണ്ട്, അപ്പൻ്റേതടക്കം എടുത്ത് വിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ തമ്മിൽ ഉടക്കുന്നത്, ഇറങ്ങിപ്പോകുന്നത്. എനിക്കിനി അപ്പൻ്റേതായിട്ടുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഉടുതുണി അടക്കം ഉരിഞ്ഞു മാറ്റി അപ്പന് തിരിച്ചു കൊടുത്ത് ഞാനിനി എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ സ്വാതന്ത്ര്യത്തോടെ അപ്പ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഈ ഒരാളെ എങ്ങനെയാണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കാതിരിക്കുന്നത്? പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. പുണ്യാളിനോട് പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ കരുണ ജീവിക്കുന്ന മനുഷ്യരാകാനായി. ഇങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതെ ഇങ്ങനെ സ്വർഗസ്ഥനായ അപ്പ എന്ന് കർത്താവിനെ കണക്ക് വിളിക്കുന്ന ഒരു മകനായി മകളായി മാറാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം നോക്കുമ്പോൾ നമ്മളെ ക്രിസ്തുവിനെ കണക്ക് തോന്നിത്തുടങ്ങും. നിസ്സാര കാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അനുഗ്രഹം തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിടുന്നു. അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നാപക യോഹന്നാനാകാനല്ല നമ്മുടെ വിളി, ക്രിസ്തുവാകാൻ തന്നെയാണ്. വെറുതെ പ്രവാചകനായി തീർക്കാനുള്ളതല്ല, നേരെ മറിച്ച് ക്രിസ്തുവാകാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും. മറന്നു പോകരുത്. ഈ ഒരു നിയോഗം ഇങ്ങനെ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഒരിക്കൽ എന്നെയും ക്രിസ്തുവിനെ കണക്ക് മനുഷ്യർ തിരിച്ചറിയുന്ന ആ ഒരു സുന്ദര സ്വപ്നം കണ്ടൊക്കെ നമുക്കൊന്ന് ഉറങ്ങാൻ പോവാം. അത്യാഗ്രഹമാണെന്നൊന്നും വിചാരിക്കേണ്ട. കർത്താവാകാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി. ക്രിസ്തുവാകാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി. കർത്താവെ, അതിന്
സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഈ ദിവസം അവസാനിപ്പിക്കുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വലിയ സ്വപ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉറങ്ങാനായി പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,